വാലന്റൈൻസ് ഡേയുടെ ഓർമ്മകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പം അന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ അതിനുള്ള പൈസ ഒന്നും ഉണ്ടാവില്ലേ, ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാനൊന്നും ഉണ്ടാവില്ല. അതും മറ്റൊരു സത്യം. അപ്പോൾ അന്ന് ഞാനെന്താ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാലന്റൈൻസ് ഡേക്ക് മുമ്പ് തന്നെ ഇങ്ങനെ പൈസ കൂട്ടി വയ്ക്കും. അപ്പൊ നമുക്ക് വീട്ടിൽ പോയിട്ട് പാരന്റ്സിനോടും ചോദിക്കാൻ പറ്റില്ല, പെൺകുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കണം, കുറച്ച് പൈസ തരുമൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ 5ഉം 10ഉം കിട്ടുന്ന പൈസ ഒക്കെ നമ്മളിങ്ങനെ കൂട്ടി വയ്ക്കും. എന്നിട്ട് ഈ വാലന്റൈൻസ് ഡേയുടെ തലേന്ന് ഗിഫ്റ്റ് ഷോപ്പിൽ പോയിട്ട് ഗിഫ്റ്റ് വാങ്ങിക്കുന്നൊരു പരിപാടിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഗിഫ്റ്റ് വാങ്ങിക്കാൻ അവിടെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലുണ്ട്. അത് പ്രത്യേക ഒരു ഫീലാണ്. കാരണം അവിടെ പോകുമ്പോൾ ഭയങ്കര യൂണിറ്റി ആയിരിക്കും എല്ലാവരും തമ്മിൽ. കാരണം എല്ലാവരും വന്നിരിക്കുന്നത് ഒരു പർപ്പസിലാണ്.